നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ കാണാൻ ആര് വന്നാലും നമ്മൾ ആദ്യം കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥലമുണ്ട്, മാർത്തള്ളിയിലുള്ള HAL എയറോസ്പേസ് മ്യൂസിയം. പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. പ്രായമായവരൊക്കെ വലിയ കൗതുകത്തോടെ ആ വിമാനങ്ങളെയും ഫോട്ടോ ഫ്രെയിമുകളെയും നോക്കി നിൽക്കുമ്പോൾ പുതിയ കാലത്തെ കുട്ടികൾ പഴയ ഫ്ലെക്സ് ബോർഡുകളിലെ എഴുത്തും ഫോട്ടോ ഗാലറിയും ഒന്നും കണ്ട ഭാവം പോലും നടിക്കാതെ അങ്ങ് നടന്നു പോകും. പക്ഷെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. 4-5 മുറികൾ നിറയെ വെറും ഫോട്ടോ ഗാലറികൾ മാത്രം കാണുമ്പോൾ എനിക്കും നല്ല ബോറടി ഉണ്ടായിരുന്നു. ഇതൊന്നും മാറി സൂപ്പർ ആയിരുന്നെങ്കിൽ എന്ന് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇതാ സന്തോഷ വാർത്ത, പഴയ ബോറടിപ്പിക്കുന്ന മ്യൂസിയം ഒക്കെ ഇനി നിങ്ങൾ മറന്നേക്കൂ. കാലത്തിനൊത്ത മാറ്റങ്ങളിലൂടെ അടിമുടി മാറി സൂപ്പർ മോഡേൺ ആയി HAL എയറോസ്പേസ് മ്യൂസിയം വീണ്ടും സന്ദർശകർക്കായി തുറന്നിരിക്കുകയാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും AI ടൂളുകളുടെയും സഹായത്തോടെ വിസിറ്റേഴ്സിനെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് പുതിയതായി ഒരുങ്ങിയിരിക്കുന്നത്. നമ്മളെ പൂർണ്ണമായും ആകർഷിക്കുന്ന ഇന്ററാക്റ്റീവ് ഡിസ്പ്ലേകളും വിമാനം പറത്തുന്ന ഫീൽ തരുന്ന സിമുലേറ്ററുകളും കുട്ടികൾക്ക് ചെയ്യാൻ വെറൈറ്റി ആയ ആക്ടിവിറ്റീസ്, ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഒക്കെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഒരു ദിവസം മുഴുവൻ അടിപൊളിയായി ആസ്വദിക്കാൻ പറ്റിയ കിടിലൻ സ്പോട്ടായി മാറിയിരിക്കുന്നു. എല്ലാ ദിവസവും ഓപ്പൺ ആണ്. മുതിർന്നവർക്ക് 120 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ഫാമിലി ആയിട്ട് പോവാനും സ്കൂൾ പിക്നിക്കിനും ഒക്കെ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആണിത്. മുൻപ് HAL മ്യൂസിയത്തിൽ പോയവർ ഇപ്പോൾ മസ്റ്റ് ആയിട്ടും ഒന്നുകൂടി പോകണം. ശരിക്കും നമ്മൾ അതിശയിച്ചു പോകുന്ന മാറ്റങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. 1940കളിൽ ഹീരാചന്ദ് എന്ന വ്യവസായി മൈസൂർ മഹാരാജാവിന്റെ സഹായത്തോടെ ഹിന്ദുസ്ഥാൻ എയർക്രാഫ്റ്റ് ആയി തുടങ്ങിയതാണ് ഇന്നത്തെ HAL. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിമാനങ്ങൾ റിപ്പയർ ചെയ്യുവാനും സർവീസ് ചെയ്യാനും ഉപയോഗിച്ചിരുന്ന പ്രധാന കേന്ദ്രമായിരുന്നു ഇവിടം. ഇന്ത്യയിലെ ആദ്യത്തെ എയറോസ്പേസ് മ്യൂസിയമായ HAL മ്യൂസിയം 2001ലാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. നമ്മുടെ രാജ്യം എങ്ങനെയാണ് ആകാശം കീഴടക്കിയത് എന്നതിന്റെ ലൈവ് ചരിത്രമാണ് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായിരുന്ന ലക്ഷ്യ, കിരൺ, മിഗ് വിമാനങ്ങൾ തുടങ്ങിയ യഥാർത്ഥ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മുൻപ് നമ്മൾക്ക് വിമാനങ്ങളെ അടുത്തു പോകാനും തൊട്ടു നോക്കാനും ഒക്കെ പറ്റുമായിരുന്നു. ഇന്ന് ഇവ ഓരോന്നും പ്രത്യേകം ബാരിക്കേഡുകൾക്കുള്ളിലായി പ്രദർശിപ്പിച്ചു. എയർ ട്രാഫിക് കൺട്രോൾ ടവറിന്റെ വർക്കിംഗ് മോഡലും വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസും ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇന്ത്യയിൽ ആദ്യമായി ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച ട്രെയിനർ വിമാനം, ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായിരുന്ന കാർഗിൽ യുദ്ധത്തിലടക്കം പങ്കെടുത്ത റഷ്യൻ നിർമ്മിത ഫൈറ്റർ ജെറ്റായ MiG-21 ജെറ്റ് ബോംബറുകൾ എന്നിവയും നിങ്ങൾക്ക് നേരിട്ട് കാണാം. കുട്ടികളെ ആകർഷിക്കുന്നതിനായി സെക്കൻഡ് ബിൽഡിംഗിന്റെ 3 നിലകളിലും വിവിധതരം ഇന്ററാക്റ്റീവ് ഗെയിമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് ഹെലികോപ്റ്ററുകളുടെയും വിമാനങ്ങളുടെയും ചെറിയ മോഡലുകളൊക്കെ വാങ്ങാനായിട്ട് സുവനീർ ഷോപ്പുകളും സ്നാക്സ് കൗണ്ടറുകളും ചിൽഡ്രൻസ് പ്ലേ ഏരിയയും ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള മ്യൂസിയം അനുഭവം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തികച്ചും അനുയോജ്യമായ ഒരിടമാണിത്. ഒരു ദിവസം മുഴുവൻ ഒട്ടും മടുപ്പില്ലാതെ അറിവും സന്തോഷവും ഒരുപോലെ പങ്കുവെച്ച് ആസ്വദിച്ചു വരുവാൻ പറ്റിയ ഒരു മനോഹരമായ കേന്ദ്രമാണ് HAL എയറോസ്പേസ് മ്യൂസിയം. നെക്സ്റ്റ് ബാംഗ്ലൂർ വിസിറ്റ് പ്ലാൻ ചെയ്യുന്നവർക്കും ബാംഗ്ലൂരിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.